Hi guys, so നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് SBIന്റെ ലേറ്റസ്റ്റ് എക്സാമിനേഴ്സ് റിപ്പോർട്ടാണ്. സോ വിച്ച് ഈസ് ബേസ്ഡ് ഓൺ അവർ പ്രീവിയസ് സ്പെസിമെൻ പേപ്പേഴ്സ്. അപ്പോൾ അതിൻ്റെ ഒരു ജനറൽ ഡിസ്കഷൻ നമുക്ക് ചെയ്യാം. സോ വിൽ ഡിസ്കസ് വാട്ട് ആർ ദ മെയിൻ ഏരിയാസ് ടു ബി ഇംപ്രൂവ്ഡ് ഇൻ സെക്ഷൻ എ ആസ് വെൽ ആസ് ഇൻ സെക്ഷൻ ബി. സോ ഇൻ ജനറൽ പറയുവാണെങ്കിൽ, സോ ദീസ് ആർ ദ 4 areas that we are going to cover here: the overall performance of the students, the common mistakes that we find, the examiner's recommendation, and key topics that we have to focus in September. സോ ഒരു ജനറൽ കമൻറ്റ് നോക്കുവാണെങ്കിൽ എക്സാമിനർ മെയിൻലി പറയുന്നൊരു കാര്യം സ്റ്റുഡൻസിൻ്റെ ടൈം മാനേജ്മെൻറ്റ് തന്നെയാണ്. ഓക്കെ, റാദർ ദാൻ ഹാവിങ് നോളേജ് യുവർ ആപ്ലിക്കേഷൻ, സ്റ്റുഡൻസ് സ്പെൻഡ് ടു മച്ച് ഓഫ് ടൈം ഓൺ എക്സാം എന്നുള്ളതാണ് അവരുടെ ഒരു പർട്ടിക്കുലർ ക്വസ്റ്റിനകത്തിൽ ദേ ആർ സ്പെൻഡിങ് ടു മച്ച് ഓഫ് ടൈം ദെയർ. അതിൻ്റെ ഒരു കാര്യം, ദേ ആർ നോട്ട് റൈറ്റിംഗ് ദ പ്രോപ്പർ മോക്ക് എക്സാംസ്. ഓക്കെ, or even while writing the answers they are not having a proper timing structure. But എപ്പോഴും സ്റ്റുഡൻസിനോട് പറയാറുണ്ട്, make sure that whenever you write an answer, convert the marks into minutes. ഓക്കെ, അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യം കൺവേർട്ട് ദ മാർക്സ് ഇൻ ടു മിനിറ്റ്സ് എന്ന് പറഞ്ഞ കേസാണ്. ദറ്റ് ഈസ് ഫോർ ഈച്ച് മാർക്സ് യു നോ ദാറ്റ് യു ഹാവ് 1.8 minutes. അപ്പോൾ ആ ഒരു ടൈമിങ് വെച്ചിട്ട് വേണം നിങ്ങൾ ഓരോ ക്വസ്റ്റ്യൻസും പ്രാക്ടീസ് ചെയ്യാൻ. സോ ഇഫ് യു ഡു ദാറ്റ് യു വിൽ ബി ഏബിൾ ടു കംപ്ലീറ്റ് the exam on time. Okay, so very importantly ഞാൻ എപ്പോഴും പറയുന്നതാണ്, നമ്മൾ XBRൽ യൂസ് ചെയ്യേണ്ട സ്ട്രാറ്റജി എന്ന് പറയുന്നത് എന്താ, യു ഹാവ് ടു മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്നുള്ളതാണ്. വൺസ് ദ ടൈം ഈസ് ഡൺ, മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ജസ്റ്റ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു സ്ട്രാറ്റജിയാണ് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യേണ്ടത്. അതേപോലെ തന്നെ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യേണ്ട സ്ട്രാറ്റജിയാണ് ട്രൈ ടു കംപ്ലീറ്റ് എവറി ക്വസ്റ്റ്യൻ. ഓക്കെ, എല്ലാ ക്വസ്റ്റ്യൻസിൻ്റെയും എല്ലാ റിക്വയർമെൻറ്റ്സും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, വിത്തിൻ ദാറ്റ് ടൈം ലിമിറ്റ് അറ്റൻഡ് ചെയ്യാൻ പറ്റണം. ഓക്കെ, ഈവൻ എക്സാമിനർ നോ ദാറ്റ് ലൈക്ക് യു വിൽ നോട്ട് ബി ഏബിൾ ടു എ പ്രോപ്പർ ആൻസർ ഫോർ എവറി ക്വസ്റ്റ്യൻ, ബട്ട് അറ്റ്ലീസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വി ക്യാൻ സ്കോർ ദ ഈസി മാർക്സ്. സോ സ്റ്റുഡൻസ് പ്രോപ്പർലി ടൈം അലൊക്കേറ്റ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ദേ ആർ നോട്ട് റൈറ്റിംഗ് സ്പെസിഫിക്കലി ടു ദ റിക്വയർമെൻറ്റ്, ഓവർ റൈറ്റ് ചെയ്യുന്നു. ഇതൊക്കെയാണ് കീ ജനറൽ കമൻസ് നമ്മുടെ എക്സാമിനേഴ്സ് റിപ്പോർട്ടിൽ നമുക്ക് പറയാൻ പറ്റുന്നത്. So by making sure that you are practicing in your SSA practice platform and getting used to with that platform, നിങ്ങൾക്ക് ഈ പറയുന്ന ആ ടൈം മാനേജ്മെൻറ്റ് സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ബിക്കോസ് ദർ വിൽ ബി എ ടൈമർ അറ്റാച്ച് ടു ഇറ്റ്. അപ്പോൾ ആ ടൈമിംഗ് അനുസരിച്ച് നിങ്ങൾക്ക് ആൻസേഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ദെൻ നോളജ് ഇല്ലാത്തതും ആപ്ലിക്കേഷൻ ചെയ്യാത്തതിനെക്കാട്ടിലും വളരെ ഇമ്പോർട്ടൻ്റ്ലി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്, ഒരു 95% സ്റ്റുഡൻസും എപ്പോഴും SBRൽ പറയുന്ന ഒരു കമൻറ്റാണ്, സർ ഐ ഹാവൻ ഗോട്ട് ഇനഫ് ടൈം ടു കംപ്ലീറ്റ് ദ പേപ്പർ. ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് വരാതിരിക്കണം. അപ്പോൾ ഇതിന് 2 കാര്യങ്ങൾ എപ്പോഴും ഓർക്കുക. ഫസ്റ്റ് വൺ, ആഫ്റ്റർ ദ അലൊക്കേറ്റഡ് ടൈം ടു എ സ്പെസിഫിക് ക്വസ്റ്റ്യൻ ജസ്റ്റ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എപ്പോഴും അത് മേക്ക് ഷുവർ ചെയ്യുക. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ട്രൈ ടു അറ്റൻഡ് ഓൾ ക്വസ്റ്റ്യൻ. എല്ലാ ക്വസ്റ്റ്യൻ്റെ എല്ലാ റിക്വയർമെൻറ്റ്സും നമ്മൾ അറ്റൻഡ് ചെയ്യാൻ നോക്കുക. അതിൽ നിന്നുള്ള ഈസി മാർക്സ് നമുക്ക് അറിയുന്നത് നമുക്ക് പിക്ക് ചെയ്യാൻ പറ്റും. ദർ ബി യു വിൽ ബി ഏബിൾ ടു സ്കോർ ദാറ്റ് 50 വെരി ഈസിലി. അല്ല, നിങ്ങൾ ഇഫ് യു ആർ സ്റ്റിക്കിംഗ് ടു 1 or 2 ക്വസ്റ്റ്യൻ, ചിലപ്പോൾ 3rd ക്വസ്റ്റ്യനിലേക്കും 4th ക്വസ്റ്റ്യനിലേക്കും വരുമ്പോൾ ഒരു ജനറൽ കമൻസിൽ എക്സാമിനർ പറയുന്ന സ്റ്റുഡൻസ് ആർ നോട്ട് ഏബിൾ ടു കംപ്ലീറ്റ് ദ ആൻസർ പ്രോപ്പർലി. പിന്നെ എന്തെങ്കിലുമൊക്കെ പോയിട്ട് ക്വസ്റ്റ്യൻ നമ്പർ 3ലും 4ലും നിങ്ങൾ എഴുതും. അങ്ങനെ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് വരല്ലേ. സോ മേക്ക് ഷുവർ ദാറ്റ് യു അറ്റൻഡ് ഓൾ ക്വസ്റ്റ്യൻസ് ബൈ പ്രോപ്പർലി അലൊക്കേറ്റിംഗ് ദ ടൈം. അതാണ് പ്രോപ്പറായിട്ട് നമ്മൾ നോക്കേണ്ട ഒരു കാര്യം. സോ ഇനി ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ബേസിൽ പറയുവാണെങ്കിൽ, ബേസ്ഡ് ഓൺ ദി സാമ്പിൾ പേപ്പർ, ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ റിക്വയർമെൻറ്റ് വാസ് ബേസിക്കലി ടു യൂസിങ് ദ എക്സിബിറ്റ് വി ഹാവ് ടു അപ്ലൈ ദ സ്റ്റാൻഡേർഡ് IAS 21, explaining the impact of changes in exchange rate and explain why the company's functional currency is a particular NY. അപ്പോൾ ഇവിടെ ഫങ്ഷണൽ കറൻസി ഐഡൻറ്റിഫൈ ചെയ്യാന്നുള്ളതും അതേപോലെ തന്നെ IAS 21ൻ്റെ സ്റ്റാൻഡേർഡിൻ്റെ ആപ്ലിക്കേഷനുമാണ് ഇവിടെ വന്നേക്കുന്നത്. അപ്പോൾ എക്സ്പ്ലെയിൻ വൈ ദ ഫങ്ഷണൽ കറൻസി ഈസ് NY എന്നുള്ളതാണ് നിങ്ങളുടെ റിക്വയർമെൻറ്റ്. സോ ഹൗ ദ ക്വസ്റ്റ്യൻസ് ആർ ടു ബി പ്രസൻറ്റഡ്, ആൻസേഴ്സ് ടു ബി പ്രസൻറ്റഡ് എന്നുള്ളത് നമുക്കിവിടെ നോക്കാം. സോ ആൻസേഴ്സ് പ്രസൻറ്റ് ചെയ്യുന്ന സമയത്ത് ഓൾമോസ്റ്റ് എല്ലാ കാൻഡിഡേറ്റും, ബിക്കോസ് IAS 21 ഇസ് എ വെരി ഈസി സ്റ്റാൻഡേർഡ്, എല്ലാവരും ആൻസേഴ്സ് വെൽ സ്ട്രക്ചേർഡ് ആയിട്ട് തന്നെ എഴുതുന്നുണ്ടായിരുന്നു. ബട്ട് ദ കീ വാസ് ടു എക്സ്പ്ലെയിൻ വൈ ഫങ്ഷണൽ കറൻസി ഇസ് ഡിറ്റർമൈൻഡ് ആസ് സച്ച്. അപ്പോൾ വി ഹാവ് ടു റൈറ്റ് ദ ഗൈഡ് ലൈൻ. നമുക്കറിയാം, ആസ് പെർ IAS 21 ദേ ആർ പ്രൈമറി ആൻഡ് സെക്കൻഡറി ഫാക്ടേഴ്സ്. സോ അതിൽ ഏത് ഫാക്ടേഴ്സ് വെച്ചിട്ടാണ് ഈ കൺക്ലൂഷനിലേക്ക് എത്തിയത് നിങ്ങൾ എന്ത് എഴുതാൻ പറ്റണം, നിങ്ങൾ ആൻസറിൽ എഴുതാൻ പറ്റണം. സോ when you structure the answer, we know that especially if it's a question specifically to a standard, നിങ്ങളവിടെ സ്റ്റാൻഡേർഡ് മെൻഷൻ ചെയ്യുക. ആ സ്റ്റാൻഡേർഡിനെ ബേസ് ചെയ്തിട്ട് വേണം നമ്മളവിടെ ആപ്ലിക്കേഷൻ വരാൻ. അപ്ലൈ ചെയ്യുന്ന സമയത്തും യു ഷുഡ് ബി ഏബിൾ ടു കണക്ട് ആ സ്റ്റാൻഡേർഡിൻ്റെ ആ നോളജ് പാർട്ടിനെ എന്താണ് നിങ്ങളിവിടെ
അപ്ലൈ ചെയ്തത്, ഓൺ വാട്ട് ബേസിസ് യു അറൈവ് ദാറ്റ് കൺക്ലൂഷൻ എന്ന് കണക്ട് ചെയ്യാൻ നമുക്ക് പറ്റണം. ആൻഡ് ഇറ്റ്സ് എ വെരി ഹൈ സ്കോറിംഗ് ആൻസേഴ്സ് ക്ലിയർലി സ്റ്റേറ്റഡ് ഈച്ച് ഫാക്ടേഴ്സ് ഫ്രം ദ സ്റ്റാൻഡേർഡ് ആൻഡ് അപ്ലൈ ടു സെനാരിയോ. അപ്പോൾ എപ്പോഴും ആ നോളജ് പാർട്ടിനെ അപ്ലൈ ചെയ്യണം ടു ദ സെനാരിയോ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഒബ്വിയസ്ലി വിൽ ഗെറ്റ് സം മാർക്സ് ഫോർ ദ നോളജ്, ബട്ട് ഇറ്റ്സ് നോട്ട് ലൈക്ക് ഒരു എക്സ്റ്റെൻസീവായിട്ട് നിങ്ങൾ നോളജ് എഴുതിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്സ് കിട്ടത്തില്ല. ആൻഡ് വീക്ക് ആൻസേഴ്സ് നമ്മൾ എപ്പോഴും ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ളത് ഇൻ ജനറൽ എന്താണ്, സ്റ്റുഡൻസ് ഹാവ് ഒമിറ്റഡ് IAS 21 നോളജ് ആൻഡ് ലീഡിങ് ടു റെപ്പറ്റേറ്റീവ് ഇൻഫർമേഷൻ. ഒരേ കാര്യം തന്നെ അവർ വീണ്ടും വീണ്ടും എഴുതാൻ തുടങ്ങി. ആൻഡ് ഡീവിയേറ്റഡ് ടു അൺറിലേറ്റഡ് ടോപ്പിക്സ് ലൈക്ക് കൺട്രോൾ ആൻഡ് കൺസൾട്ടേഷൻ ആൻഡ് വേസ്റ്റിംഗ് വാല്യുബിൾ ടൈം ഫോർ അതർ ക്വസ്റ്റ്യൻസ്. അപ്പോൾ സ്പെസിഫിക്കലി ഇവിടെ IAS 21 അപ്ലൈ ചെയ്യാനും ഫങ്ഷണൽ കറൻസി ഐഡൻറ്റിഫൈ ചെയ്യാനും ചോദിച്ചത്. സോ ഈവൻ ഇഫ് ഇറ്റ്സ് എൻ IAS 21 ക്വസ്റ്റ്യൻ ഓർ എനിത്തിങ് സ്പെസിഫിക്കലി ടു ഗ്രൂപ്പ്. അപ്പോൾ ഗ്രൂപ്പിൽ എപ്പോഴും ഇങ്ങനെ ഒരു സ്പെസിഫിക് ക്വസ്റ്റ്യൻ ചോദിക്കാം, ഗ്രൂപ്പ് റിലേറ്റഡ് അല്ലാതെ എന്തെങ്കിലും സ്റ്റാൻഡേർഡ് സ്പെസിഫിക് ക്വസ്റ്റ്യൻ ചോദിക്കാം. ഓക്കെ, അതൊന്നെങ്കിൽ ഈ പറഞ്ഞ പോലെ ഫോറിൻ കറൻസി ക്വസ്റ്റ്യൻ ആണെങ്കിൽ ദേ ക്യാൻ ആസ്ക് യു ദി ഇമ്പാക്ട് ഓഫ് IAS 21 ഓർ ദേ വിൽ ആസ്ക് യു സംതിങ് റിലേറ്റഡ് ടു IAS 38. മോസ്റ്റ്ലി നമ്മൾ കാണുന്നതാണ്. ഫോർ എക്സാമ്പിൾ ഒരു നെറ്റ് അസറ്റ് കാൽക്കുലേഷൻ ഒക്കെ വരുന്ന സമയത്ത് ഹൗ യു അറൈവ്ഡ് അറ്റ് ദ ഫെയർ വാല്യൂ ഓഫ് ദിസ് പർട്ടിക്കുലർ ഐറ്റം. ചിലപ്പോൾ സബ്സിഡിയുടെ ഇൻഡിവിജ്വൽ FSൽ ഇല്ലാത്തൊരു അസറ്റിനെ നമുക്കത് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടി വരും. ഐഡൻറ്റിഫൈ ചെയ്യുമ്പോൾ അതിൻ്റെ ഫെയർ വാല്യൂ നിങ്ങൾ എങ്ങനെ ഡിറ്റർമൈൻ ചെയ്യും, അല്ലെങ്കിൽ അതിനെ നെറ്റ് അസറ്റിലേക്ക് ഇൻക്ലൂഡ് ചെയ്യണോ. സോ ഈ ടൈപ്പ് ഒരു ഡിസ്കഷനൊക്കെ വരാം. അപ്പോൾ whenever they give some extra question like this, it's not directly based on group. അവിടെ വരാൻ ചാൻസ് ഉള്ള രണ്ട് ടൈപ്പ് സെനാരിയോ ആണ്. ഒന്ന് ഫോറിൻ കറൻസി ക്വസ്റ്റ്യൻ ആണെങ്കിൽ they can ask you to find the functional currency, or if it's a general question there is a chance that they will ask you something related to the net asset calculation. ഒരു ഫെയർ വാല്യൂ അഡ്ജസ്റ്റ്മെൻറ്റിനെ ബേസ് ചെയ്ത് ചോദിക്കാം. അവിടെ മിക്കവാറും വരുന്നുണ്ടാവുക ഈ IAS 38 കാര്യമൊക്കെ ആയിരിക്കും. ദറ്റ് ഈസ് സം ഇന്റേണലി ജനറേറ്റഡ് ഇൻടാഞ്ചിബിൾ അസറ്റ്സ് സച്ച് ആസ് കസ്റ്റമർ ലിസ്റ്റ് ഓർ കസ്റ്റമർ കോൺട്രാക്ട് വിച്ച് ഈസ് നോട്ട് റെക്കഗ്നൈസ് ഇൻ ദ ഇൻഡിവിജ്വൽ FS ഓഫ് എ സബ്സിഡറി. അപ്പോൾ നെറ്റ് അസറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളത് കൺസിഡർ ചെയ്യണോ. സോ അവിടെ എല്ലാം നിങ്ങൾ എന്ത് എഴുതണം, ആദ്യം ആ നോളജ് പാർട്ട് കറക്റ്റായിട്ട് എഴുതുക, ദെൻ അപ്ലൈ ടു ദ സെനാരിയോ. ആൻഡ് ഇറ്റ് വിൽ ബി സംതിങ് അറൗണ്ട് ഒരു 4 to 5 മാർക്സിനൊക്കെ ആയിരിക്കും ചോദിക്കുന്നുണ്ടാവുന്നത്. വളരെ ഈസി ആയിട്ട് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും ആ മാർക്സ്. ഓക്കെ, so mostly questions are getting answered properly by most of the candidate, but these are some slight changes that we can make your presentation that will create you some more rewards. Okay, then second question was completely ഒരു ഗ്രൂപ്പ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നത് കറക്റ്റ് ട്രീറ്റ്മെൻറ്റ് ഓഫ് ദാറ്റ് പർട്ടിക്കുലർ കമ്പനി ഇൻ ദ FS എങ്ങനെ വേണം എന്നുള്ളതും പിന്നെ പ്രീ പോപ്പുലേറ്റഡ് FS അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. എക്സാമിനർ പറയുന്നൊരു വലിയ ചലഞ്ചാണ് സ്റ്റുഡൻസ് ആർ നോട്ട് ഏബിൾ ടു പ്രോപ്പർലി മേക്ക് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഇൻ ദ പ്രീ പോപ്പുലേറ്റഡ് ഫോർമാറ്റ്. അവിടെ പ്രീ പോപ്പുലേറ്റഡ് ആയിട്ടൊരു അഡ്ജസ്റ്റ്മെൻറ്റ് ഇപ്പോൾ ലെറ്റ്സ് സേ ഇഫ് യു ആർ കാൽക്കുലേറ്റിംഗ് ഗുഡ് വിൽ ഓർ ഇഫ് യു ആർ മേക്കിംഗ് സം അഡ്ജസ്റ്റ്മെൻറ്റ് ടു നെറ്റ് അസറ്റ് കാൽക്കുലേഷൻ, ഈ പ്രീ പോപ്പുലേറ്റഡ് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാൻ സ്റ്റുഡൻസിന് എപ്പോഴും ഭയങ്കര ഡിഫിക്കൽട്ടാണ്. ഇത് വളരെ ഈസി ആയിട്ട് നമ്മൾ FR പഠിച്ചപ്പോഴൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. ദ ഓൺലി ഡിഫറൻസ് ആർ ദെയർ വി യൂസ് ടു പ്രിപ്പയർ എ ഹോൾ FS ഫ്രം ദ സ്ക്രാച്ച്. ഇവിടെ ഓൾറെഡി തന്നിട്ടുണ്ട് ഒരു ബേസ് FS, അതിലോട്ട് അഡ്ജസ്റ്റ്മെൻറ്റ് മാത്രം നിങ്ങൾ കൊടുത്താൽ മതി. സോ യു ഷുഡ് റിമെമ്പർ ടു മേക്ക് ദോസ് അഡ്ജസ്റ്റ്മെൻറ്റ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ഗുഡ് വിൽ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് വി നോ ദാറ്റ് ഗുഡ് വിൽ കം ടു ദ കറണ്ട് അസറ്റ് സൈഡ്, ബട്ട് വിത്ത് റെസ്പെക്ട് ടു ദാറ്റ് ഗുഡ് വിൽ കാൽക്കുലേഷൻ വാട്ട് ഓൾ അഡ്ജസ്റ്റ്മെൻറ്റ്സ് വി ഹാവ് മെയ്ഡ് അഡീഷണലി. ചിലപ്പോൾ ഒരു ഫെയർ വാല്യൂ അഡ്ജസ്റ്റ്മെൻറ്റ് നിങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ ഫെയർ വാല്യൂ അഡ്ജസ്റ്റ്മെൻറ്റ്സ് അസറ്റ്സിലും കുറച്ച് ഇമ്പാക്റ്റ് വരും. സോ വി ഹാവ് ടു മേക്ക് ദാറ്റ് റെലവൻറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഇൻ ദ അസറ്റ് സൈഡ്. ഓക്കെ, let's say in the same way you have made some share issues or some kind of contingent consideration or deferred consideration comes. So അവിടെ നമ്മൾ പേ ചെയ്യുന്നൊരു ഒബ്ലിഗേഷൻ ആണ് അവിടെ റേസ് ആവുന്നത്. സോ ഇഫ് യു ആർ ഇഷ്യൂയിങ് ഷെയർസ് വിത്ത് റെസ്പെക്ട് ടു ദാറ്റ് ചേഞ്ചസ് എവിടെ വരണം, പേരൻ്റെ ഷെയർസിനകത്തിൽ കൊണ്ടുവരണം. ഇൻ ദ സെയിം വേ ഇഫ് ദർ ഇസ് എ ഡിഫേർഡ് കൺസിഡറേഷൻ ഓർ എ കണ്ടിജന്റ് കൺസിഡറേഷൻ, ആ റെസ്പെക്റ്റീവ് ചേഞ്ചസ് എവിടെ വരണം, ലയബിലിറ്റി സൈഡിൽ വരണം. ഓക്കെ, എങ്ങനെ പ്രീ പോപ്പുലേറ്റഡ് FS കറക്റ്റായിട്ട് ചെയ്യാം എന്നുള്ളത് ഞാൻ എപ്പോഴും സ്റ്റുഡൻസിനോട് പറയുന്നൊരു കേസ്, whenever you are making some adjustment, even it's a goodwill calculation, അതിൻ്റെ എൻട്രീസ് എഴുതാൻ പഠിച്ചു കഴിഞ്ഞാൽ വെരി ഈസിലി യു ക്യാൻ മേക്ക് ദോസ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഇൻ ദ പ്രീ പോപ്പുലേറ്റഡ് FS ആസ് വെൽ. ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പോൾ ഗുഡ്വില്ലിൻ്റെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് നിങ്ങൾ ചെയ്യുവാണ്, ക്യാഷ് പെയ്ഡ് ബൈ പേരൻറ്റ് ഫോർ അക്വയറിങ് സബ്സിഡറി. ഓക്കെ, സോ യു നോ ദാറ്റ് ഈസ് ദ ക്യാഷ് ഈസ് ഗോയിങ് ഔട്ട്, സോ ക്രെഡിറ്റ് ക്യാഷ് ആൻഡ് ഡെബിറ്റ് വിൽ ഗോ ടു ഗുഡ്വിൽ അക്കൗണ്ട്. സോ ആ എൻട്രീസ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് എഴുതാൻ പറ്റിക്കഴിഞ്ഞാൽ, ഇഫ് യു ആർ ഏബിൾ ടു മേക്ക് ദോസ് എൻട്രീസ് ഫോർ വാട്ട് എവർ അഡ്ജസ്റ്റ്മെൻറ്റ് ദാറ്റ് യു ആർ മേക്കിംഗ് ഇൻ ദ ഗ്രൂപ്പ്, ആ എൻട്രീസ് കറക്റ്റായിട്ട് പ്രോപ്പർലി ട്രാക്ക് ചെയ്യാൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വെച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫൈനലി പ്രീ പോപ്പുലേറ്റഡ് FS എഴുതുന്ന സമയത്ത് ചെയ്യാൻ പറ്റും. സോ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് സ്റ്റുഡൻസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഓവറോൾ ദ സ്റ്റുഡൻസ് ആർ ഏബിൾ ടു
do the calculations properly, but they fail to present it to the FS. ആ FS പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് വരുമ്പോൾ അവർക്ക് മിസ്റ്റേക്സ് വരുന്നുണ്ട്. I think this one tip can really help you to save your time in preparing the FS. അപ്പോൾ ഓരോ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ചെയ്യുമ്പോഴും അതിൻ്റെ എൻട്രീസിൻ്റെ ഇമ്പാക്റ്റ് നിങ്ങൾ പഠിച്ചു പോകുന്നുണ്ടെങ്കിൽ, നമ്മൾ ഓൾറെഡി ക്ലാസ്സിൽ ചെയ്തപ്പോഴും അങ്ങനെ തന്നെയാണ് നമ്മൾ പഠിച്ചത്. ഓരോ അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രി നമ്മൾ നോക്കുന്നുണ്ടായിരുന്നു. whenever we make a correction in goodwill calculation, അതിൻ്റെ റെസ്പെക്ട്ഫുൾ എൻട്രി എന്താണെന്ന് നമ്മൾ നോക്കുന്നുണ്ടായിരുന്നു. ആ കറക്ഷൻ എൻട്രീസ് യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, FS അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് other things are properly taken care by mostly every student in the exam. So we should make sure that, again, students അതേപോലെ ഫേസ് ചെയ്യുന്ന ഒരു ചലഞ്ചാണ് NCAയുടെ കാൽക്കുലേഷൻ. So we should have a proper idea about NCA adjustment. So NCA ചിലപ്പോൾ ഡയറക്ട്ലി അറ്റ് അക്വിസിഷൻ വാല്യൂ ഒക്കെ തരുന്നുണ്ടായിരിക്കും, ബട്ട് വി ഷുഡ് നോ ദ വർക്കിംഗ് ഓഫ് NCA, വിച്ച് ഇസ് നെറ്റ് അസെറ്റ് ഓഫ് NCA at the date of acquisition plus the share of post acquisition retainings. അതുകൂടെ എന്തിലോട്ട് വരണം, NCAയുടെ ഷെയറിൽ വരണം. ഓക്കെ, സോ ചിലപ്പോൾ ഇവർ ആ വാല്യൂ ഡയറക്ട്ലി തരുന്നുണ്ടാവില്ല. സോ വി ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് വാട്ട് ഈസ് എ നെറ്റ് അസെറ്റ് അറ്റ് അക്വിസിഷൻ ആൻഡ് നെറ്റ് അസെറ്റ് അറ്റ് ദ റിപ്പോർട്ടിംഗ് ഡേറ്റ് ഓർ ഡിസ്പോസൽ ഡേറ്റ്. അത് തമ്മിലുള്ള ഡിഫറൻസ് ആയിരിക്കും നമ്മൾ എന്തായിട്ട് എടുക്കേണ്ടത്, PA ആയിട്ട് എടുക്കേണ്ടത്. ദെൻ ദ ഗുഡ് വിൽ ഇമ്പയർമെൻറ്റ് വല്ലതും വരുവാണെങ്കിൽ again you have to check there, because goodwill impairment can happen in two scenarios, either in full goodwill method or fair value method, or in a partial goodwill approach as well. അപ്പോൾ full goodwill method അല്ലെങ്കിൽ fair value method ആണെങ്കിൽ we know that the impairment impact to both parent and NCAക്ക് വരണം. സോ അവിടെ NCAയിലോട്ടും നിങ്ങൾ ഇമ്പയർമെൻ്റ് ഒരു അലൊക്കേഷൻ കൊടുക്കണം. On the other hand, if it's a partial goodwill approach, അവിടെ NCAക്ക് ഷെയർ ഓഫ് ഇമ്പയർമെൻ്റ് ഒന്നും വരില്ല. And in the same way, if it's a foreign currency transaction, there are chance of translation gain or loss. ആ ഗെയിൻ ഓർ ലോസിൻ്റെ ഷെയർ ആർക്കിലോട്ട് പോവുക, that should be transferred between the parent and NCA. അപ്പോൾ ഈ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒക്കെ കറക്റ്റായിട്ട് പോകുന്നുണ്ടെന്നുള്ള കാര്യം നിങ്ങൾ ഉറപ്പുവരുത്തുക. ആൻഡ് ദ നെക്സ്റ്റ് എക്സിബിറ്റ് വാസ് വിത്ത് റെസ്പെക്ട് ടു discuss the potential impact of changes in government regulations on the accounting treatment of N company in the consolidated FS. So ഇവിടെ സ്റ്റുഡൻസ് അഗെയിൻ they are properly well answered. most candidatesum ഇത് കറക്റ്റായിട്ടാണ് ആൻസർ ചെയ്തത്. Even though there were some confusions, but കൺട്രോൾ ടു കൺട്രോൾ ആണോ, കൺട്രോൾ ലോസ് ആയോ എന്നുള്ളൊരു കോണ്ടെക്സ്റ്റിൽ സ്റ്റുഡൻസിന് കറക്റ്റായിട്ട് ഇത് ആൻസർ ചെയ്യാൻ പറ്റി. കുറച്ച് സ്റ്റുഡൻസ് മാത്രമേ ഉള്ളൂ. There will only few answers extended to the discussion to consider the significant influence part, but mostly കൺട്രോൾ ആണോ കൺട്രോൾ ഇല്ല എന്നുള്ളത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റി. അപ്പോൾ എപ്പോഴും നമുക്ക് കൺട്രോൾ ഉണ്ടോ ഇല്ലയോ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നത്, ഐ ഷുഡ് സേ ദാറ്റ് വി ഷുഡ് കൺസിഡർ the power to make decision, the power over the investee to make financial or operating policy, a power to have a major voting rights, okay, or a power to appoint a majority of the board of directors. അപ്പോൾ അത് വെച്ചിട്ടാണ് നിങ്ങൾ കൺട്രോൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ നോക്കേണ്ടത്. ഓക്കെ, ഓൺ ദ അതർ ഹാൻഡ് ഇഫ് യു ആർ നോട്ട് ഹാവിങ് ദാറ്റ് കൺട്രോൾ, നമ്മൾ സെക്കൻഡ് പാർട്ടീൻ്റെ അല്ലെങ്കിൽ NCAൻ്റെ കൺസെൻറ്റോടുകൂടി തന്നെയാണ് നിങ്ങൾ എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് അവിടെ കൺട്രോൾ ഇല്ല. യു വിൽ എൻഡ് അപ്പ് ഇൻ എ സിഗ്നിഫിക്കൻറ്റ് ഇൻഫ്ലുവൻസ് ദെയർ. അപ്പോൾ ആ കൺട്രോൾ എന്നുള്ള ഫാക്ടർ കറക്റ്റായിട്ട് അറിഞ്ഞുകൊണ്ടിരിക്കുക, ബിക്കോസ് ദാറ്റ് ഈസ് ഫ്രം ബേസിക് ഗ്രൂപ്പ്സ്, നമ്മുടെ ഒരു നോളജ് പാർട്ടാണത്. Even I have discussed it in the marathon section in this time, September section, as well as in June. You can refer to those videos to understand that concept very clearly. അപ്പോൾ ആ ഏരിയ സ്റ്റുഡൻസ് കറക്റ്റായിട്ട് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. there were no confusions among that part, because അതൊക്കെ വെരി ബേസിക് ആയിട്ടുള്ള നോളജ് പാർട്ടാണ്. അപ്പോൾ ഗ്രൂപ്പ്സിലേക്ക് വരുമ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, ഫസ്റ്റ് യു ഷുഡ് ഹാവ് എ പ്രോപ്പർ പ്ലാൻ ടു സ്ട്രക്ചർ യുവർ ആൻസർ. ടൈം കറക്റ്റായിട്ട് അലക്കേറ്റ് ചെയ്യുക. ഒബ്വിയസ്ലി യു വിൽ ഗെറ്റ് എ സെപ്പറേറ്റ് പോർഷൻ ടു കറക്റ്റ് യുവർ പ്രീ പോപ്പുലേറ്റ് FS. അത് നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞേ. മേക്ക് ഷുവർ ദാറ്റ് വാട്ട് ഓൾ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഇൻ ദ ക്വസ്റ്റ്യൻ, അത് നിങ്ങൾ എന്ത് ചെയ്യാൻ പറ്റണം, നിങ്ങൾക്ക് അതിൻ്റെ എൻട്രീസ് പാസ് ചെയ്യാൻ പറ്റണം. നിങ്ങൾ ആ കറക്ഷൻ കൊടുക്കുന്ന സമയത്ത് തന്നെ അതിൻ്റെ എൻട്രീസ് നിങ്ങൾക്ക് പാസ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ദാറ്റ് വിൽ റിയലി ഹെൽപ്പ് യു ടു മേക്ക് എ പ്രോപ്പർ പ്രീ പോപ്പുലേറ്റ് FS. Now coming to question number 2, as we discussed in your last 2 marathon sections in June and September, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഡ്രാഫ്റ്റ് ബേസിസിൽ ചെയ്യേണ്ട ഒരു കേസാണ് എത്തിക്സ് എന്ന് പറയുന്നത്. Ethics is moreover your creativity. You have to explain how you are writing the answer there. കാരണം എത്തിക്സ് ബേസ്ഡ് ക്വസ്റ്റിനകത്തിൽ നിങ്ങൾ കൺസെപ്ച്വൽ വൈസ് കൂടുതലും നോളജബിൾ ആയിരിക്കണം. കാരണം എന്താണോ അക്കൗണ്ടിങ് ഇഷ്യൂ, ആ അക്കൗണ്ടിങ് ഇഷ്യൂ ഐഡൻറ്റിഫൈ ചെയ്യാനും നിങ്ങൾക്ക് പറ്റണം. ദ സെയിം വേ യു ഷുഡ് ബി ഏബിൾ ടു കണക്ട് ദാറ്റ് അക്കൗണ്ടിങ് ഇഷ്യൂ വിത്ത് ദ എത്തിക്കൽ ഇംപ്ലിക്കേഷൻസ് ആസ് വെൽ. ഓക്കെ,
സോ മോസ്റ്റ് ഓഫ് ദ സ്റ്റുഡൻസ് വെയർ ഏബിൾ ടു ഡു ദാറ്റ്. ബട്ട് അവിടെയും കൺസേൺസ് വരുന്നത് അവർ ജനറലായിട്ട് എത്തിക്കൽ ഇംപ്ലിക്കേഷൻസ് എഴുതുന്നുള്ളതാണ്. ഓക്കെ, ദേ ആർ റൈറ്റിംഗ് എത്തിക്കൽ ഇംപ്ലിക്കേഷൻസ് ഇൻ ജനറൽ. ദേ ഹാവ് മെയ്ഡ് എൻ എത്തിക്കൽ ത്രെറ്റ്. എന്ത് ത്രെറ്റാണ് അവിടെ അവർ വന്നതെന്ന് നമുക്ക് സ്പെസിഫിക്കലി പറയാൻ പറ്റണം. ഇറ്റ്സ് എ സെൽഫ് ഇൻട്രസ്റ്റ് ത്രെറ്റ് ഓർ കൈൻഡ് ഓഫ് എ ഇൻറ്റിമിഡേഷൻ ത്രെറ്റ്. ഓക്കെ, അല്ലെങ്കിൽ ലാക്ക് ഓഫ് പ്രൊഫഷണലിസം ആണോ? ആ ത്രെറ്റ് നമുക്ക് സ്പെസിഫിക്കലി പോയിന്റ് ഔട്ട് പറയാൻ പറ്റണം. മോസ്റ്റ് ഓഫ് ദി സ്റ്റുഡൻസ് ഹാവ് മെയ്ഡ് എ മിസ്റ്റേക്ക് ഇൻ റൈറ്റിംഗ് എ ജനറൽ പോയിന്റ് ദാറ്റ് ഓക്കെ ദർ ഇസ് എൻ എത്തിക്കൽ ത്രെറ്റ്. അത് വരാൻ പാടില്ല. യു ഷുഡ് ബി ഏബിൾ ടു പ്രോപ്പർലി സേ വാട്ട്സ് എ ത്രെറ്റ് ദെയർ. ഇപ്പോൾ 2-3 അക്കൗണ്ടിങ് ഇഷ്യൂ ഉണ്ടെങ്കിൽ അതിനെല്ലാം കൂടെ കമ്പൈൻഡായിട്ട് ഒറ്റ എത്തിക്കൽ ഇംപ്ലിക്കേഷൻസിൻ്റെ പാർട്ട് നിങ്ങൾ എഴുതിയാൽ മതി. ഓരോ സെനേരിയയ്ക്ക് നിങ്ങൾ എത്തിക്കൽ ത്രെറ്റ് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, യു ക്യാൻ റൈറ്റ് ദ എത്തിക്കൽ ത്രെറ്റ്സ് ഇൻ ജനറൽ. ബട്ട് അവിടെയും ക്വസ്റ്റ്യൻ പ്രോപ്പർലി വായിക്കുക. ഓക്കെ, അപ്പോൾ ഒരു എത്തിക്സ് ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എത്തിക്സ് ക്വസ്റ്റ്യൻ ഈസ് നോട്ട് കംപ്ലീറ്റ്ലി 20 മാർക്സിനും എത്തിക്സ് അല്ല. അറൗണ്ട് ഒരു 12 to 13 മാർക്സ് എന്തായിരിക്കും അത് ചോദിക്കുന്നുണ്ടാവുക? അക്കൗണ്ടിങ് ഇഷ്യൂസ് ആയിരിക്കും. ആ അക്കൗണ്ടിങ് ഇഷ്യൂസ് ഐഡൻറ്റിഫൈ ചെയ്യാനും പറ്റണം. ആൻഡ് ഹൗ ഇറ്റ് ഈസ് ഇമ്പാക്ടിങ് ദ എഫ് എസ് എന്ന് നിങ്ങൾ പറയാൻ പറ്റണം. ഫോർ എവറി അക്കൗണ്ടിങ് ഇഷ്യൂസ് ദാറ്റ് യു ഫൈൻഡ് ഔട്ട് ഷുഡ് ബി ഏബിൾ ടു എക്സ്പ്ലെയിൻ ദി ഇമ്പാക്ട് ഓൺ ദ എഫ് എസ്. അത് ഒന്നെങ്കിൽ അവർ പ്രോഫിറ്റ് ഓവർസ്റ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ അത് ചെയ്തത്, അല്ലെങ്കിൽ ലയബിലിറ്റീസിനെ അണ്ടർസ്റ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ ചെയ്തതെന്നുള്ള ആ ഒരു ഇമ്പാക്റ്റ് നിങ്ങൾക്ക് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റണം. എലോങ് വിത്ത് ദാറ്റ് എറർ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റണം. അപ്പോൾ അക്കൗണ്ടിങ് ഇഷ്യൂ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതിനൊപ്പം തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതിന് ഇമ്പാക്റ്റ് ഓൺ എഫ് എസും പറഞ്ഞു കൊടുക്കുക എന്നുള്ളത്. ഓക്കെ, സേ ഫസ്റ്റ് ഓഫ് ഓൾ വാട്ട് വെൻറ്റ് റോങ് ദെയർ ആൻഡ് ഹൗ ഇറ്റ് ഇമ്പാക്റ്റഡ് യുവർ എഫ് എസ്. അങ്ങനെ ആയിരിക്കും നമ്മൾ അക്കൗണ്ടിങ് ഇഷ്യൂവിനെ ആൻസർ കോൺസെൻട്രേറ്റ് ചെയ്ത് എഴുതുമ്പം ഡ്രാഫ്റ്റ് ചെയ്യേണ്ടത് ആൻസർ. അതിൽ നിന്ന് എത്തിക്സിലേക്ക് വരുമ്പോൾ നിങ്ങൾ കൊടുക്കേണ്ട ഒരു കണക്ഷൻ എന്താണ്? ആ അക്കൗണ്ടിങ് ഇഷ്യൂവിനെ നിങ്ങൾ എന്തായിട്ട് കണക്ട് ചെയ്യുക? യു ഹാവ് ടു കണക്ട് വിത്ത് ദ എത്തിക്കൽ ഇംപ്ലിക്കേഷൻ. ഓക്കെ, ദെൻ അവിടെ അന്ന് ചോദിച്ചൊരു കേസ് ക്രൗഡ് ഫണ്ടിങ് ആയിരുന്നു. അപ്പോൾ ക്രൗഡ് ഫണ്ടിങ് എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മുടെ ഒരു ജനറൽ ടോപ്പിക്കാണ്. സോ വി ഷുഡ് നോ ദ കൺസെപ്ച്വൽ പാർട്ട് ഓഫ് ക്രൗഡ് ഫണ്ടിങ്. സോ ക്രൗഡ് ഫണ്ടിങ് മീൻസ് ഹൗ ദേ ആർ ഡിഫറെൻറ്റ് വേസ് ഇൻ വി ക്യാൻ അക്കൗണ്ട് ഇറ്റ്. അപ്പോൾ ആ നേച്ചർ ഓഫ് ഫണ്ടിങ്ങിനനുസരിച്ചായിരിക്കണം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക, അവിടെ അതിനെ എങ്ങനെ അക്കൗണ്ട് ചെയ്യണമെന്ന് നോക്കുക. സോ എനിവേ ഫണ്ട് ഈസ് കമ്മിങ് ടു ദ കമ്പനി. സോ ഇറ്റ് ഈസ് ഡെബിറ്റ് ക്യാഷ്. ക്രെഡിറ്റ് ലയബിലിറ്റിയിലോട്ട് പോകണോ അല്ലെങ്കിൽ റവന്യൂ ആയിട്ട് പോകണോ, ഓക്കെ, ഓർ ഇക്വിറ്റി സൈഡിലോട്ട് പോകണോ, ഓർ ഷുഡ് കൺസിഡർ ഇറ്റ് ആസ് എ ഗ്രാൻഡ് എന്നുള്ളത് ടൈപ്പ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് പോലെ ഇരിക്കും. ഓക്കെ, അപ്പോൾ ക്രൗഡ് ഫണ്ടിങ്ങിനെ നമ്മൾ എങ്ങനെ അക്കൗണ്ട് ചെയ്യണം? വിൽ യു അക്കൗണ്ട് ഇറ്റ് ആസ് എ ഡെറ്റ് ഓർ എ റവന്യൂ ഓർ എൻ ഇക്വിറ്റി ഓർ എ ഗ്രാൻഡ് എന്നൊക്കെയുള്ള എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും? വി ഹാവ് ടു ലുക്ക് അറ്റ് ദ നേച്ചർ ഓഫ് ദ ഫണ്ടിങ്. ഇപ്പോൾ നിങ്ങൾക്ക് തിരിച്ച് റീപേ ചെയ്യണം എന്നുണ്ടെങ്കിൽ യു ഹാവ് ടു സേ ദാറ്റ് ഇറ്റ്സ് എ ഡെറ്റ്. ഒരു ഷെയർ ഓഫ് പ്രോഫിറ്റ് മാത്രം കൊടുത്താൽ മതി എന്നുണ്ടെങ്കിൽ വി കൻ കൺസിഡർ ആസ് എൻ ഇക്വിറ്റി. ആ ഫണ്ടിന് അഗെയിൻസ്റ്റ് യു ഹാവ് ടു പ്രൊവൈഡ് സം ഗുഡ്സ് ഓർ സർവീസ് എന്നാണെങ്കിൽ വിൽ കൺസിഡർ ഇറ്റ് ആസ് എ റവന്യൂ. ഓക്കെ, ഇനി തിരിച്ച് കൊടുക്കണ്ട എന്നുള്ള രീതിയിലൊരു കൈൻഡ് ഓഫ് ഫണ്ടിങ് ആണെന്നെങ്കിൽ വി ക്യാൻ കൺസിഡർ ആസ് എ ഗ്രാൻഡ്. ഓക്കെ, അപ്പോൾ ടൈപ്പ് ഓഫ് നേച്ചർ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്താണെന്ന് നോക്കിയിട്ട് വേണം ക്രൗഡ് ഫണ്ടിങ്ങിനെ അക്കൗണ്ട് ചെയ്യാൻ. സോ ആ ഒരു ഏരിയ ആണ് അവർ ഡിസ്കസ് ചെയ്തത് ആ ഒരു സെക്ഷനിൽ. സോ ഹിയർ മോസ്റ്റ് കാൻഡിഡേറ്റ് വെയർ ഏബിൾ ടു ഐഡൻറ്റിഫൈ ദ ടൈപ്പ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ ഇവിടെ ഡയറക്ടേഴ്സിൻ്റെ സൈഡിൽ നിന്ന് വന്നൊരു പേയ്മെൻറ്റ് ഉണ്ടായിരുന്നു. സോ ദേ വെയർ ഏബിൾ ടു കൺസിഡർ ഇറ്റ് ആസ് എ ലോൺ. ആൻഡ് വെൻ ദ ക്രൗഡ് ഫണ്ടിങ് പാർട്ട് ദ കാൻഡിഡേറ്റ്സ് ജനറലി പെർഫോം വെൽ ബിക്കോസ് അവിടെ സർവീസിന് എഗെയിൻസ്റ്റ് ആയിട്ടായിരുന്നു നമ്മൾക്ക് ആ ഫണ്ട് കിട്ടിയത്. സോ ദേ വെയർ ഏബിൾ ടു അക്കൗണ്ട് ഇറ്റ് അക്കോർഡിംഗ് ടു IFRS 15. സോ ദാറ്റ് പാർട്ട് വാസ് പ്രോപ്പർലി ക്ലിയർഡ് ഓഫ്. ഇനി മാനുഫാക്ചറിങ് കോസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് അപ്പാർട്ട് ഫ്രം ദ മെയിൻ പെർഫോമൻസ് ഒബ്ലിഗേഷൻ അതിനെ സെപ്പറേറ്റ് ഔട്ട് ചെയ്ത് ദ കാൻഡിഡേറ്റ്സ് ഹാവ് ഷോഡ് എ ഗുഡ് അണ്ടർസ്റ്റാൻഡിങ് ഇൻ ദാറ്റ് പാർട്ട് ബിക്കോസ് അവർ കറക്റ്റായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, അതിനൊരു മാനുഫാക്ചറിങ് കോസ്റ്റ് ആസ് എ പാർട്ട് ഓഫ് ഇൻവെൻട്രി എന്നുള്ള രീതിയിൽ തന്നെ അക്കൗണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അവിടെ ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് എത്തിക്സ് ക്വസ്റ്റ്യൻസ് ദാറ്റ് ഈസ് ബേസ്ഡ് ഓൺ എക്സാമ്പിൾ. അപ്പോൾ യു ഷുഡ് ബി ഏബിൾ ടു അലക്കേറ്റ് ഇറ്റ് സെപ്പറേറ്റ്ലി. ഇപ്പോൾ ഒരു 3 എത്തിക്കൽ ഇഷ്യൂ ഉണ്ടെങ്കിൽ അത് 3 സ്പ്ലിറ്റ് ചെയ്ത് നമ്മൾ എഴുതാൻ പറ്റണം. ആൻഡ് യു ഷുഡ് ബി ഏബിൾ ടു ഐഡൻറ്റിഫൈ ദാറ്റ് ഇഷ്യൂസ് ആൻഡ് ദ ഇമ്പാക്ട് ഇറ്റ് ക്യാൻ ക്രിയേറ്റ് ഓൺ ദ എഫേഴ്സ്. അത് കറക്റ്റായിട്ട് നിങ്ങൾ പറയുക. ഓക്കെ, അപ്പോൾ എത്തിക്സ് ക്വസ്റ്റ്യൻസ് എഴുതുമ്പോൾ എപ്പോഴും കാൻഡിഡേറ്റ്സ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സംടൈംസ് ദേ വിൽ ബി ആസ്കിങ് യു ടു റെക്കമെൻഡ് ആക്ഷൻസ്. ഓക്കെ, ആക്ഷൻസ് റെക്കമെൻഡ് ചെയ്യാൻ പറയും. അങ്ങനെയാണെങ്കിൽ അഗെയിൻ അതിനൊരു പ്രോപ്പർ സ്റ്റെപ്പ് ഉണ്ട്. എന്താ, ഫസ്റ്റ് നമ്മൾ കമ്പനീനെ അത് ഇൻഫോം ചെയ്യുക, അതെന്തുകൊണ്ട് അത് കറക്റ്റായിട്ട് ചെയ്യണം എന്നതിൻ്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞ് മനസ്സിലാക്കുക. ഇഫ് ദേ ആർ നോട്ട് റെഡി ടു ഡു ഇറ്റ് then you can directly report it to ACCA and even think about resigning from that particular job. So our action almost similar ആണ് എല്ലാ സിറ്റുവേഷനിലും. You can explain the same actions that you can take as an ACCA member in that company,
ബട്ട് എഗെയിൻ മേക്ക് ഷുവർ ദാറ്റ് ക്വസ്റ്റിനകത്തിൽ അങ്ങനെ ആക്ഷൻസ് റെക്കമെൻഡ് ചെയ്യാൻ പറഞ്ഞാൽ മാത്രം നിങ്ങൾ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇവിടെ മേജർലി കണ്ടൊരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ some answers incorrectly focused on business issues like crowdfunding which are not required, while others label issues as unethical without detailed explanation. ഇതെല്ലാം അൺഎത്തിക്കൽ ആണ് പറയുന്നതിനപ്പുറം എന്ത് ഇഷ്യൂ ആണ് കാൻഡിഡേറ്റ്സ് പറഞ്ഞില്ല. ആസ് വി ഡിസ്കസ്ഡ് ഇനിഷ്യലി, ദേ ആർ നോട്ട് എക്സ്പ്ലെയിനിങ് വാട്ട് കൈൻഡ് ഓഫ് ത്രെറ്റ് ഇറ്റ് ദെയർ. അത് കൃത്യമായിട്ട് പറയുക. ആൻഡ് യുവർ ആൻസർ ഷുഡ് ബി മോർ കൺസൈസ് ആൻഡ് അഡ്രസ് ഈച്ച് എത്തിക്കൽ ഇഷ്യൂസ് ഡയറക്ട്ലി ആൻഡ് എക്സ്പ്ലെയിൻ ദ ബ്രീച്ച് ഓഫ് എത്തിക്കൽ പ്രിൻസിപ്പിൾസ് ഫ്രം ACCA കോഡ് ഓഫ് എത്തിക്സ് ആൻഡ് കണ്ടക്ട്. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി എത്തിക്സ് ക്വസ്റ്റിനകത്തിൽ അവരിപ്പോൾ പറയുന്നത് യു ഷുഡ് സ്പെൻഡ് സം ടൈം ഇൻ പ്രോപ്പർലി പ്ലാനിങ് യുവർ ആൻസർ. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ വായിച്ചതിന് ശേഷം ഇതെങ്ങനെ കണക്ട് ചെയ്യണം, ഈ ഇഷ്യൂ ആണിത്, ആ ഇഷ്യൂവിനെ നമ്മൾ എങ്ങനെ അക്കൗണ്ടിങ് ഇഷ്യൂവിനെ ഏത് ത്രെറ്റായിട്ട് കണക്ട് ചെയ്യും എന്നുള്ളൊരു പ്രോപ്പർ പ്ലാൻ നിങ്ങൾ ആദ്യം ക്രിയേറ്റ് ചെയ്തിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, ആൻസർ എഴുതി തുടങ്ങാൻ. സോ യു ഷുഡ് സ്പെൻഡ് അറ്റ്ലീസ്റ്റ് ഫ്യൂ മിനിറ്റ്സ് ടു സ്ട്രക്ചർ യുവർ ആൻസർ ദാറ്റ് ക്യാൻ ഹെൽപ്പ് യു ടു സ്കോർ മോർ മാർക്സ്. ഓക്കെ, സോ ആസ് എ ഹോൾ SBRൻ്റെ ഒരു എക്സാമിനേഴ്സ് റിപ്പോർട്ട് നമ്മൾ എടുത്ത് നോക്കുവാണെങ്കിൽ വാട്ട് ദേ മെയിൻലി സജസ്റ്റ് ഈസ് when it comes to question number 1 and 2, students are spending more time there. ആ ടൈം നമുക്ക് എങ്ങനെ സേവ് ചെയ്യാം? മേക്ക് ഷുവർ ദാറ്റ് യു ഹാവ് എ പ്രോപ്പർ ടൈം അലൊക്കേഷൻ. അവിടെ നിങ്ങൾ മെയിൻലി ഫോളോ ചെയ്യേണ്ട സ്ട്രാറ്റജി എന്താ? കൺവേർട്ട് യുവർ മാർക്സ് ഇൻ ടു മിനിറ്റ്സ് എന്നുള്ള ഒരു ഫാക്ടർ ഫോളോ ചെയ്യുക. ആൻഡ് ജസ്റ്റ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്നുള്ളൊരു ടിപ്പ് ഫോളോ ചെയ്യുക. വൺസ് ദ ടൈം ഈസ് ഓവർ, മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ട്രൈ ടു അറ്റൻഡ് ദ ഫുൾ ക്വസ്റ്റ്യൻസ്. എല്ലാ റിക്വയർമെൻറ്റ്സും പ്രോപ്പർലി വായിച്ച് അതിനനുസരിച്ചിട്ട് ആൻസർ ഡ്രാഫ്റ്റ് ചെയ്യാൻ പറ്റണം. ഓക്കെ, ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ആപ്ലിക്കേഷൻ. അതാണ് ഓവറോൾ എക്സാമിനേഴ്സ് റിപ്പോർട്ടിൽ പറയുന്നത്. യു ഷുഡ് ബി ഏബിൾ ടു അപ്ലൈ ദാറ്റ് തിങ് കറക്റ്റ്ലി ഇൻ ടു ദ സെനാരിയോ. ക്ലിയർ? അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പാർട്ട് ഓഫ് എക്സാം എന്ന് പറയുന്നത് സെക്ഷൻ A ആണ്. സെക്ഷൻ Aയുടെ ഡീബ്രീഫ് നമ്മൾ ഡീകോഡ് ചെയ്യുവാണെങ്കിൽ ദിസ് ആർ ദ മെയിൻ ഇൻപുട്സ് ദാറ്റ് യു ക്യാൻ ടേക്ക് അവേ ഫ്രം ദിസ് ഏരിയ. ഓക്കെ, സോ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ സെക്കൻഡ് പാർട്ട് B ക്വസ്റ്റ്യൻ നമ്പർ 3 and 4 എങ്ങനെ ഡിസ്കസ് ചെയ്യണം എന്നുള്ളത് നമുക്ക് നോക്കാം.